ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പ്രകാരം അഹ്ലുസുന്നയുടെ ഇസ്തിഗാസ ശരിയാണ്, അഹ്ലുസുന്നയുടെ തവസ്സുൽ ശരിയാണ്, അഹ്ലുസുന്നയുടെ മുഅ്ജിസ ശരിയാണ്. ദുർബലമായ ഹദീസുകൾ കൊണ്ടിരുന്നു. അതേപോലെ തന്നെ മൗദൂആയ ഹദീസുകൾ ഒരു നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നെല്ലാം ഉറപ്പുള്ള നിർമ്മിതങ്ങളായ ഹദീസുകൾ ഈ ശിർക്കൻ ഇസ്തിഗാസ കബറാളികളോട് തേടാൻ വേണ്ടി കൊണ്ടിരുന്നു. അതൊന്നും ക്ലിക്കാകാതെ പോയപ്പോഴാണ് ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബേസ് ഇതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് തെളിവില്ല, ഇസ്തിഗാസക്ക് ഒരു തെളിവുണ്ടാവില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ തെളിവില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവർ നമ്മൾ മരണസമയത്ത് വന്ന് നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചാണ് അവർ സൂറത്തുൽ ഫാത്തിഹ ഓതണമെങ്കിൽ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ പേരിൽ ആരും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ? സാധാരണ ഒരു ഗതിയിൽ നമ്മൾ ഇവിടുത്തെ യുക്തിവാദികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കുമൊക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരോട് ചിന്തിക്കാനും ഇതിൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ദൈവത്തെ മനസ്സിലാക്കാനും ഒക്കെ പറയാറുണ്ട്. എന്നതുപോലെ ശാസ്ത്രം പറഞ്ഞിട്ടാണ് ഇന്ന് ശിർക്കിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. നമുക്കൊരു വീഡിയോ ക്ലിപ്പിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പ്രകാരം അഹ്ലുസുന്നയുടെ ഇസ്തിഗാസ ശരിയാണ്, അഹ്ലുസുന്നയുടെ തവസ്സുൽ ശരിയാണ്, അഹ്ലുസുന്നയുടെ മുഅ്ജിസ ശരിയാണ്, കറാമത്ത് ശരിയാണ്, എല്ലാം ശരിയാണ്. പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒറ്റ കാര്യം മാത്രം, ഇത് ശരിയാണെന്ന് മൂപ്പരിങ്ങനെ പറയുന്നുണ്ടല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു പഠനം, എൻ്റെ ഒരു സംതൃപ്തിക്ക്, തനാട്ടോളജി എന്താ പറയുന്നത്? മരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നേരത്തെ മരണപ്പെട്ടു പോയ മശായിഖന്മാരും മെന്റേഴ്സും മാതാപിതാക്കളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വേണ്ടത് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിന്റെ പേരാണ് തനാട്ടോളജി. ഞാൻ ആവേശത്തിന് പറയുകയല്ല, തനാട്ടോളജി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് ദി ഡെത്ത് ആൻഡ് സോൾ. എങ്ങനെയാണ് മരിക്കുക, മരിക്കുമ്പോൾ ആത്മാവ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, മരിച്ചതിന് ശേഷം എന്താണ്, മരിക്കും എന്തൊക്കെയാണ് കാണുക, മരിക്കുമ്പോൾ ആരൊക്കെയാണ് വരിക എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതിൽ പറയുന്നതാണ് മരിക്കുന്ന മനുഷ്യൻ നേരത്തെ മരിച്ചുപോയ മനുഷ്യന്മാരെയാണ് കൂടുതൽ കാണുക, മെന്റേഴ്സിനെ, ഫോർ ഫാദേഴ്സിനെ. അതിനു വേണ്ടിയാണ് ഈ ചടങ്ങ് വരെ ആരംഭിക്കുമ്പോൾ എന്ത് തുടങ്ങിയത്? അൽ ഫാത്തിഹ എന്ന് തുടങ്ങിയത്. മരിക്കുന്ന നേരത്ത് ശംസുൽ ഉലമ വരണം, മരിക്കുന്ന നേരത്ത് മഹാത്മാക്കൾ വരണം. മോനിത തെറ്റിപ്പോകുന്നു, മോളിത വഴിതെറ്റിപ്പോകുന്നു, ഉത്തരങ്ങൾ കൊടുത്തിട്ടൊന്നും രക്ഷയില്ല. ഈ കുട്ടിയെയും പിടിച്ചുകൊണ്ട് ഇലാ ഹദറത്തി ഖദാ വ ഖദാ എന്നാലും നടത്തേക്ക്. ഇതിനെയാണ് അഹ്ലുസുന്ന പ്രോത്സാഹിപ്പിക്കുന്നത്. ഷുറൈ സലഫി, ഇത് കേട്ടല്ലോ, ശാസ്ത്രത്തിൻ്റെ മറ പിടിച്ചിട്ടാണ് ഇപ്പോൾ ഷിർക്കിലേക്ക് ആളുകളെ എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിശദീകരണം ആവശ്യമാണ്. ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ വിഷയത്തിലുള്ള ദീനും അദ്ദേഹത്തിന് അറിയില്ല, അതേപോലെ തന്നെ ശാസ്ത്രവും അറിയില്ല. അതെ, തനിച്ച ജഹാലത്താണ് ഇയാൾ പറയുന്നത്. കാരണം ഇസ്തിഗാസക്ക് തെളിവുണ്ടാക്കുകയാണ്. അഥവാ നമ്മൾ പറയുന്ന ഇസ്തിഗാസ അഥവാ ഷിർക്ക്, അള്ളാഹു അല്ലാത്ത മഹാന്മാരെ ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചല്ലോ. ഈ CM അടവൂരിനെയും അതേപോലെ തന്നെ ബദരീങ്ങളെയും ഹുദീങ്ങളെയും ഈ പറയപ്പെട്ട ജാറമക്കബറുകളുള്ള ആളുകളെയൊക്കെ സഹായം ചോദിക്കാൻ, അങ്ങനെ സഹായം ചോദിച്ചാൽ ഉത്തരം കിട്ടും, അത് ശാസ്ത്രീയമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മരണപ്പെടുന്ന ആളിൻ്റെ അടുത്തേക്ക് ഈ പറയപ്പെട്ട മശായിഖന്മാരും ഹോജാക്കന്മാരൊക്കെ വന്നിട്ട് മരണം നന്നാക്കി കൊടുക്കണം. അതിനൊക്കെ ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. അതിന് മൂപ്പരെ അതിൻ്റെ സയൻസ് ശാസ്ത്ര ശാഖയുടെ പേരൊക്കെ പറയണം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്തിഗാസക്ക്, ഈ ഷിർക്കൻ ഇസ്തിഗാസക്ക് ദീനിൽ തെളിവില്ല. ഇവർക്ക് ദീനിൽ തെളിവില്ലാത്തതുകൊണ്ടാണല്ലോ ഇവർ സമസ്തക്കാർ സാധാരണ ചെയ്യുന്ന പണി എന്താ വെച്ചാൽ ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കും. ഒരു 4 സൈറ്റൊക്കെ നടക്കും, പിന്നെ സലഫികൾ അത് പൊളിക്കും, പിന്നെ അത് പറയില്ല, പിന്നെ അടുത്ത ആയത്തും ഹദീസും കൊണ്ടുവരും. അപ്പോൾ ദീനിൽ തെളിവുണ്ടെങ്കിൽ ആയത്തും ഹദീസും ദുർവ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ദുർബലമായ ഹദീസുകളുണ്ട്, യായുവാല്ലാഹിനൊക്കെ പോലെ ദുർബലമായ ഹദീസുകൾ കൊണ്ടിരുന്നു. അതേപോലെ തന്നെ മൗദൂആയ ഹദീസുകൾ ഒരു നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നെല്ലാം ഉറപ്പുള്ള നിർമ്മിതങ്ങളായ ഹദീസുകൾ ഈ ശിർക്കൻ ഇസ്തിഗാസ കബറാളികളോട് തേടാൻ വേണ്ടി കൊണ്ടിരുന്നു. അതൊന്നും ക്ലിക്കാകാതെ പോയപ്പോഴാണ് ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബേസ് ഇതിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് തെളിവില്ല, ഇസ്തിഗാസക്ക് ഒരു തെളിവുണ്ടാവില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ തെളിവില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. വമൻ യദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിന് അവന് തെളിവില്ല. അള്ളാഹുവാണ് പറയുന്നത്, അതിന് തെളിവില്ല. ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. അവൻ്റെ വിചാരണ അള്ളാഹിൻ്റെ അടുത്താണ്, കാഫിറുകൾ ഒരിക്കലും ജയിക്കുന്ന പ്രശ്നമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്തിഗാസ, ഈ ഷിർക്കൻ ഇസ്തിഗാസ ദീനിലില്ല. അള്ളാഹിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വിശദീകരണമാണ് ഹദീസുകൾ. അപ്പോൾ ഇനി ശാസ്ത്രത്തിൻ്റെ ഏരിയ എന്താ?
ഈ മെറ്റീരിയൽ വേൾഡിലുള്ള കാര്യത്തെക്കുറിച്ചാണ് ശാസ്ത്രം പഠിക്കുന്നത്. ഈ മെറ്റീരിയൽ വേൾഡിനെ ആരാണ് ഉണ്ടാക്കിയത്? അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അള്ളാഹ് ഒന്ന് പറയാം തെളിവില്ല എന്ന് ഈ മെറ്റീരിയൽ വേൾഡിലുള്ള സംഗതികളിൽ ഷിർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അതുണ്ടാവില്ല. അള്ളാൻ്റെ വാക്കും പ്രവൃത്തി രണ്ടാവില്ല, ഒന്നേ ഉള്ളൂ. ഒരിക്കലും ലോകത്ത് ജീവജാലങ്ങളിൽ ഷിർക്ക് ഉണ്ടാവില്ല. ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിൽ ഷിർക്ക് വരുന്ന പ്രശ്നമില്ല. അത് എന്താണെങ്കിലും ഏത് നിലക്കാണ് ഉണ്ടാവില്ല. കാരണം ഈ ജീവജാലങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുക്കുന്നവരാണ്. അലം തറ അന്ന അല്ലാഹ യശ്ഹദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വദ്ദവാബു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, റസൂലേ അവർ കാണുന്നില്ലേ, കുഫാറുകൾ കാണുന്നില്ലേ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം അള്ളാഹുവിന് ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തൗഹീദിൽ ഊട്ടപ്പെട്ടവരാണ്. ഈ മെറ്റീരിയൽ വേൾഡിൻ്റെ ക്രമം തന്നെ, അതിൻ്റെ അസിൽ തന്നെ തൗഹീദാണ്. പിന്നെ ഇതെങ്ങനെ ശിർക്കുണ്ടാകുക? അപ്പോൾ ഈ മെറ്റീരിയൽ വേൾഡിൽ ഒരു ശാസ്ത്രകാരൻ പഠനം നടത്തിയിട്ട് ശിർക്ക് കണ്ടെത്തില്ല. അത് ഞാൻ പറയുന്നത്, ഇതിന് ശാസ്ത്രം തിരിഞ്ഞിട്ടില്ല, അതേപോലെ തന്നെ മതം തിരിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഇവിടെയുള്ള എല്ലാം അള്ളാഹുവിനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. കുഫാറുകളായ നന്ദികെട്ട മനുഷ്യന്മാരും ജിന്നുകളും ഒഴിച്ച് ബാക്കി എല്ലാവരും അള്ളാഹുവിനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അചേതന വസ്തുക്കൾ പോലും ഇവിടെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് തൗഹീദിൽ ഊട്ടപ്പെട്ടതാണ് ഈ പറയപ്പെട്ട ഈ വേൾഡ്. ഈ വേൾഡിനെ കുറിച്ച് പഠിച്ചിട്ട് ശിർക്കുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? യഥാർത്ഥത്തിൽ ഒരു തെളിവില്ലാതെ വരുമ്പോൾ ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഖുർആനും സുന്നത്തും അതേപോലെ തന്നെ ഈ പറയപ്പെട്ട പഠനങ്ങൾ ഒരിക്കലും എതിരാവുന്ന പ്രശ്നമില്ല. പിന്നെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ശാസ്ത്രീയ പഠനമോ അതേപോലെ തന്നെ ഉള്ളതൊക്കെ ഇതിനെതിരായി വന്നിട്ടുണ്ടെങ്കിൽ അത് നാളെ തിരുത്താനുള്ളതാണ്. ഒരുപാട് പലതും തിരുത്തിയിട്ടുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ എതിരാവുന്ന പ്രശ്നമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. പിന്നെ ഇവിടെ ഇയാൾ പറഞ്ഞു ഒരു ശാസ്ത്ര ശാഖയെക്കുറിച്ച് പറഞ്ഞു, ഒരു തനാട്ടോളജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ സമർപ്പിച്ചത്. നമുക്കറിയാം, അത് ഒരാൾ മരിക്കുമ്പോൾ ആ സമയം അദ്ദേഹത്തിൻ്റെ മരണം, അതേപോലെ തന്നെ മരിക്കുന്ന പ്രക്രിയ, അദ്ദേഹത്തിൻ്റെ ദുഃഖം, അതേപോലെ തന്നെ ഈ മരണപ്പെട്ട അതിൻ്റെ പരിചരണം, അതേപോലെ തന്നെ ഈ ദയാവധം, ഇതെല്ലാമായി ബന്ധപ്പെടുന്ന ഒരു ശാസ്ത്ര ശാഖ, ഒരു പഠനമാണത്ര ഈ പറഞ്ഞത്. ഓക്കെ. പക്ഷേ ഇതിൽ ഇപ്പോൾ ഇദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ഇതിൽ ഇസ്തിഹാസ, ഇവർ അൽഫാത്തി വിളിക്കുന്നതും അതേപോലെ തന്നെ ഇസ്തിഹാസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ ആ സമയത്ത് വരുന്നു. ഫോർ ഫാദേഴ്സും അതേപോലെ തന്നെ മഹാന്മാരും മഷായിഖ്മാരൊക്കെ വരാൻ വേണ്ടി, അഥവാ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ വരുന്നു. അതിൻ്റെ കൂടെ മഷായിഖ്മാരും മുദീഷക്കൊക്കെ വരണം. അതേപോലെ തന്നെ ഈ പറയപ്പെട്ട ആരാണ് ശംസുൽ ഉലമ വരണം. ഞാനിങ്ങനെ ആലോചിച്ചു, റസൂലുള്ളാഹിൻ്റെ പേര് വരുന്നില്ലല്ലോ. എനിക്ക് റസൂലുള്ളയാണല്ലോ ഏറ്റവും അഷ്റഫുൽ ഖൽക്ക്. റസൂലുള്ള വരുന്നതോ പിന്നെ അതേപോലെ തന്നെ ഈ ബദരീങ്ങൾ വരണതോ ഉഹുദീങ്ങൾ, ഒരു ചർച്ചയില്ല. അമ്പിയാക്കന്മാർ വരുന്ന ചർച്ചയില്ല. ആരാ വരുന്നത്? ഈ അൽഫാത്തി വിളിച്ചിട്ടുണ്ട്. ആരാ വരുന്നത്? ഇവലെ സൂഫി ഷെയ്ഖുമാരാണ് വരുന്നത്. ഇവലെ പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെയാണ് വരുന്നത്. എന്നിട്ട് എന്തിനാണ് ഈ വരുന്നത്? അതിന് ശാസ്ത്രീയമായ തെളിവുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ശാസ്ത്രബോധം എങ്ങനെയാണ്? അപ്പോൾ ഞാനിത് ഈ പറയുമ്പോൾ ഓർത്തു പോകണം, ഈ നേർച്ചകളും അതേപോലെ തന്നെ പൂരപ്പറമ്പുകളും, നേർച്ചകൾ അതേപോലെ തന്നെ പള്ളി ആണ്ട് നേർച്ചകളും തരിച്ച് പൂരപ്പറമ്പുകളാണല്ലോ. അവിടെ ഈ അന്യമതസ്ഥർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളുണ്ട്. കരിമരുന്നുണ്ട്, ആനയുണ്ട്, അമ്പാരയുണ്ട്, മുട്ടും വിളിയും നേർച്ചയും എല്ലാ സംഗതികളും ഉണ്ട്. അപ്പോൾ അവിടെ കരിമരുന്നിനെ കുറിച്ച്, അപ്പോൾ അതിനെല്ലാം ശാസ്ത്രീയത ഉണ്ടാക്കണവർ. അപ്പോൾ ഇവരുടെ ഒരു ഉസ്താദ് ചെയ്താണ് കരിമരുന്ന് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് അവിടെ ബാക്ടീരിയകളും ഫംഗസും ഉണ്ടാവും. അപ്പോൾ ഈ ബാക്ടീരിയകളെയും ഫംഗസുകളെയും അത് ശാസ്ത്രം പറയുന്ന കാര്യമാണ്. അതിന് ഒഴിവാക്കാൻ വേണ്ടി കരിമരുന്ന് പ്രയോഗവും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് എന്ന് ശാസ്ത്രീയമായി, വെടിമരുന്ന് പൊട്ടിക്കുന്നതും കരിമരുന്ന് പൊട്ടിക്കുന്നതൊക്കെ നല്ലതാണ് എന്നാണ് ഇവരുടെ ശാസ്ത്രബോധം. അപ്പോൾ അതിൻ്റെ ഗണത്തിൽ ഇതിന് ഉൾപ്പെടുത്തിയാൽ മതി എന്നാണ് ഇപ്പം ഇന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അല്ലാതെ ദീനിൽ ഒരിക്കലും എന്താണ് ദീന് ഒരു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുത്തുകൊണ്ടെന്നാൽ ഒരിക്കലും കിട്ടില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇത് ഇവരുടെ മരിക്കണ സമയത്ത് മഹാന്മാർ വരും, മഹാന്മാരെ വിളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്കിനു മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണം. കാരണം അയാൾ സക്രാത്തിൻ്റെ അവസ്ഥയിലാണ്. അള്ളാഹിനെ വിളിച്ചില്ല, അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രഖ്യാപിച്ച് മരിച്ചു പോകണം. പക്ഷേ ഇവരുടെ ഉസ്താദ്മാർ എന്താ പഠിപ്പിക്കണം? ആ സമയത്ത് നിങ്ങൾ ഔലിയാക്കളെ വിളിച്ചോളി. അതിൻ്റെ ഭാഗമാണിത്. തനിച്ച കുഫർ, ആ വഫാത്തിൻ്റെ മരണപ്പെടുന്ന സക്കറാത്തിൻ്റെ സമയത്ത് പോലും കുഫർ പറഞ്ഞ് മരിച്ചു പോകാൻ ഈ ഉസ്താദുമാർ പഠിപ്പിക്കുന്നതിൻ്റെ അതിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം പിടിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് യുക്തിവാദികൾ നാളെ വടിയാക്കുന്നത്. കാരണം ഇങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഈ പറയപ്പെട്ട ശാസ്ത്രശാഖയിൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട വകുപ്പിൽ ഈ മഹാന്മാരായ ആളുകൾ വരുന്നു, എന്നിട്ട് അവരോട് ഇസ്തിഹാസ് ചെയ്യാൻ സഹായിക്കുന്നു. എവിടെയുള്ളത്? അയാൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഇതാണ് ഈ പറയപ്പെട്ടതെന്ന്? അപ്പോൾ അയാൾ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്.
അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഈ മരണപ്പെടുന്ന സമയത്ത് മുദി ഷെയ്ഖിനെ വിളിക്കാം, മഹാന്മാരെ വിളിക്കാം, നമ്മളെ മശായിഖ്മാരെ വിളിക്കാം, അപ്പോൾ അവർ നല്ല മരണം തരും എന്ന് ഇവർ പ്രസംഗിക്കുന്ന കാര്യമാണ്, ഇവർ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. സൂഫികൾ എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ പച്ച മലയാളം സംസാരിച്ച ആ സംസാരിച്ച സംഗതിയാണ് ഇയാളും പറയുന്നത്. എന്ന് മാത്രമല്ല ഇവരെ മാലപ്പാട്ടിൽ കാണാൻ സാധിക്കും, ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബിലീസ് കൂസിനെ കാട്ടിയിടും, അല്ലേ? മരിക്കുന്ന സമയത്ത് ഭയങ്കര ദാഹമുണ്ടാകും. അപ്പോൾ ഇബിലീസ് പാനപാത്രത്തിൽ വെള്ളം തരും, അവൻ്റെ വെള്ളം നിറ നരകത്തിലേക്ക് പോകുന്ന പ്രയാസപ്പെടുത്താനുള്ള വെള്ളമാണ്. ഈ സമയത്ത് പിന്നെ നേരം ലഈനവൻ ആട്ടുവാൻ ബദരീങ്ങളെ തുണറബനെ. അപ്പോൾ പടച്ചോനെ ഈ പിന്നെ ഇബിലീസിനെ ആട്ടാൻ വേണ്ടി ബദരീങ്ങളെ തുണ തരണം. അപ്പോൾ ആ സമയത്തും ഷിർക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർ പാടി പഠിപ്പിക്കുന്നു, പറഞ്ഞു പഠിപ്പിക്കുന്നു, പ്രസംഗിച്ച് പഠിപ്പിക്കുന്നു, അതേപോലെ തന്നെ ശാസ്ത്രം തെളിവുണ്ടെന്നും പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമുക്കിതിൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും എന്ത് കിട്ടൂല, പിന്നെ ഇതിന് ഒരു തെളിവുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെ, ഇവിടെ എന്താ വെച്ചാൽ കുറച്ച് ശാസ്ത്രം, കുറച്ച് സയൻസ്, പിന്നെ ദീനും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, ആളുകളെ പൊട്ടീസാക്കുന്നത്. അപ്പോൾ അൽ-ഫാത്തിഹ എന്ന് പറയുമ്പോഴേക്കും എന്താ യാക്കൗമ് അതിലേക്കാണ് വീണു. ഈ അൽ-ഫാത്തിഹയും ഇതും തമ്മിൽ എന്താണ് ബന്ധങ്ങളാണ് മുസ്താഖ് അലിക്കും ഇതിൽ ശാസ്ത്രശാഖയാണല്ലോ. അദ്ദേഹം പറഞ്ഞ പോലൊക്കെ ഉണ്ടെങ്കിൽ അൽഫാത്തിയ വിളിക്കാത്തവർക്കും വരുമല്ലോ മുമ്പിൽ ആള്. മരിച്ച ആളൊക്കെ വരുന്നത് അൽഫാത്തിയ വിളിച്ചാൽ മാത്രം വരുന്നൊരു സയൻസ് അല്ലല്ലോ അത്. അതിനെ മനസ്സിലാക്കുക അതിലെന്തൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഈ എന്തിനാണ് അവർ ഖുർആൻ അൽഫാത്തിയ ഓതുന്നത്, അതൊരു വ്യക്തമാക്കി തരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ശംസുലുലമിൻ്റെ പേരിൽ ഒരു അൽഫാത്തിയ അല്ലെങ്കിൽ ഫാത്തിയ അല്ലെങ്കിൽ മറ്റ് സൂറത്ത് യാസീൻ ഓതിക്കഴിഞ്ഞാൽ അതിലെന്താണ് കാര്യം, അതിൽ എനിക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളതാണോ? സൂറത്തുൽ ഫാത്തിയ ഓതിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ശംസുലുലം വന്ന് എന്നെ സഹായിക്കും, ഇതാണോ അദ്ദേഹം ഒരു പറഞ്ഞൊരു വച്ച്? അതല്ല, പിന്നെ ഞങ്ങൾ ഓതുന്നതോട് കൂടി പിന്നെ ശംസുലുലമിൻ്റെ ഖബറിലേക്ക് എന്തോ ഒരു നന്മ എത്തും എന്ത് വിചാരിച്ചാണ് ഇവർ ഓതുന്നത്. അപ്പോൾ സാധാരണ രണ്ട് നിലക്കൊരു പറയാറുണ്ട്, രണ്ട് നിലക്ക് പറഞ്ഞാലും ഇത് ഇസ്ലാമിൽ പ്രമാണമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരിൽ ഖുർആൻ ഓതുക എന്ന നിലക്ക് ഒരു ചര്യ, ഒരു രീതിയോ പ്രവാചകൻ്റെ കാലത്തുമില്ല, സ്വഹാബത്തിൻ്റെ കാലത്തുമില്ല. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്രയോ സ്വഹാബത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ ഖബറിൽ ഒന്നൊരു ഖത്തംബരുണ്ടാക്കി ഒരു 3-4 ദിവസം കൊണ്ട് ഖത്തം തീർക്കാൻ സ്വഹാബത്തെ സംബന്ധിച്ചുള്ള ഒരു സിമ്പിളായ കാര്യമാണ്, അവർക്ക് ഖുർആൻ ഖത്തം തീർക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഓതുന്ന രീതിയേ ഇല്ല. അവർ മരിച്ച് ഒരു മയ്യത്ത് കിടന്നിട്ട് ഒരപ്പുറത്തുപ്പുറത്തിൻ്റെ സുഹൃത്ത് യാസീൻ ഓതിയൊരു രീതിയൊന്നും ഹദീസിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ പേരിൽ ഖുർആൻ ഓതുക, സുഹൃത്ത് യാസീൻ ഓതുക, സുഹൃത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് ഇസ്ലാമികമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലോ സ്വഹാബത്തിൻ്റെ ചര്യയിലോ, പിന്നെ പ്രവാചകൻ മരണപ്പെട്ടു പോയി അവിടുത്തെ വഫാത്തിന് ശേഷം 3 ദിവസക്കാലത്തിന് ശേഷമാണല്ലോ മറമാടുന്നത്. പക്ഷേ ആ കാലത്തിനോട് ഒരാൾ വന്നിട്ട് പോലും ഇന്ന് സുഹൃത്ത് യാസീനൊന്ന് ഓതി നോക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഹൃത്ത് ഓതാ എന്ന് പറഞ്ഞ് ഓതുന്നില്ല. പ്രവാചകൻ്റെ ഖബറിൻ്റെ പരിസരത്ത് പോയി സ്വഹാബത്ത് ഓതിയിട്ടില്ല. മാത്രമല്ല സ്വഹാബത്തിൻ്റെ കാലത്ത് തന്നെ പലരും മരണപ്പെട്ടു പോകുന്നു, പക്ഷെ അവർക്ക് പേരൊന്ന് ഖുർആൻ ഓതിയൊരു ചരിത്രമോ അവരെക്കാളും നല്ല കഴിവുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠരായ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരെക്കാൾ താഴ്ന്ന ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇങ്ങനൊരു പതിവ് സ്വഹാബത്തിൻ്റെ ചരിത്രമൊന്നും കാണൂല. അതേപോലെ തന്നെ ഇനി അതല്ല, ഇവരുടെ പേരിൽ മഹാന്മാരുടെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അവർ നമ്മൾ മരണസമയത്ത് വന്ന് നമ്മളെ രക്ഷിക്കും, നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചാണ് അവർ സൂറത്തുൽ ഫാത്തിഹ ഓതണമെങ്കിൽ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ്റെ പേരിൽ ആരെയും സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ? ഏതെങ്കിലും സ്വഹാബി എൻ്റെ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ വഫാത്തിൻ്റെ സമയത്ത് പ്രവാചകൻ വന്ന് എന്നെ സഹായിക്കട്ടെ, വരികയാണ് ഏറ്റവും നല്ല പ്രവാചകൻ. ആ പ്രവാചകനാണല്ലോ, ചെയ്യാൻ ഏറ്റവും നല്ല സ്വഹാബത്തുമാണ്. പക്ഷേ ആ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബീങ്ങൾ ചെയ്തിട്ടില്ല. അവർ ശേഷക്കാരായ ഒരു മുൻഗാമികളും ഉത്തമ തലമുറയിൽപ്പെട്ട ഒരാൾ പോലും അൽഫാത്തിഹ ഓതി അവരുടെ സഹായം തേടി മരണപ്പെട്ട ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത് എന്തിനാണ്? അത് മരിക്കുന്ന സമയത്ത് ഇവർ വന്നിട്ട് നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചാണ് ഓതണമെങ്കിൽ നേരത്തെ പറഞ്ഞതിനേക്കാളും ഗൗരവമാണ്. അവർക്ക് കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഓതുന്നതിനേക്കാളും അപകടകരമാണ് ഇദ്ദേഹം പറഞ്ഞു ഇപ്പോൾ. കാരണം സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലെ വിചാരിപ്പം എന്തായി? ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ എന്നെ മരിക്കുന്ന സമയത്ത് ശംസുലുലം രക്ഷിക്കും, എന്നെ സഹായിക്കുന്ന ഷിർക്കിൻ്റെ വാദം പച്ച കുഫറാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതിനാണോ ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്? അതിനാണെങ്കിൽ എത്ര ഗൗരവപ്പെട്ടൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ. സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതോട് കൂടി സാധാരണ സൂറത്തുൽ ഫാത്തിഹ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തരുള്ളൂ എന്ന് ഉച്ചസ്ഥിരം പറയുന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ കടന്നു പോകുന്നത്. അതേ സൂറത്തുൽ ഫാത്തിഹ വെച്ചിട്ട് അത് ഓതിയിട്ട് ഷിർക്കിന് വേണ്ടി അതിന് വഴിയൊരുക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദീന് അത് വ്യക്തമായി, ഏറ്റവും ഭംഗിയായി, ഏറ്റവും പൂർണ്ണമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ സമ്പൂർണ്ണമായി ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ മതത്തിലേക്ക് ഓരോ വർഷം കഴിയുമ്പോൾ, ഓരോ ദിവസം കഴിയുമ്പോൾ പുതിയ പുതിയ ആചാരങ്ങൾ ഇങ്ങനെ കടന്നു വരും. അത് ദീനിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഒരു വിശ്വാസി കാണേണ്ട കാര്യം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ഏറ്റവും ഒരു വെളുത്ത ഒരു നൂല് പോലെ അല്ലെങ്കിൽ ഒരു വെള്ള തുണി പോലെ ഇവിടെ ക്ലിയറാണ്. അതിലൊരു ഒരു പാകപ്പിഴവുകളില്ലാതെ, ഒരു കുത്തില്ലാതെ,
ഒരു കറയില്ലാതെ എല്ലാം വ്യക്തമാണ് ഇവിടെ. അപ്പോൾ ഒരു വിശ്വാസിക്ക് പഠിക്കണമെങ്കിൽ പ്രവാചകൻ്റെ ജീവിതം കൃത്യമാണ്, സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചെന്ന് കൃത്യമാണ്. അതിലെവിടെയെങ്കിലും ഇവർ പറയുന്നത് പോലെയുള്ള ചില ആചാരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സൂറത്തുൽ ഫാത്തിഹ പഠിക്കുന്ന രീതി അതുണ്ടായിട്ടുണ്ടോ എന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അവർക്ക് മനസ്സിലാകും ഇങ്ങനൊരു രീതി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ഓരോ ശാസ്ത്രത്തിൻ്റെ ഓരോ പിൻബലമെടുത്ത് ഇപ്പോൾ തനാട്ടോളജി എന്ന് പറയുന്നത് ഒരു മരണത്തെക്കുറിച്ചും മരണത്തിൽ സംഭവിക്കുന്ന അയാൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ആ സമയത്തുണ്ടാകുന്ന ഫീലിങ്സാണത്. അപ്പോൾ അയാൾക്ക് ചില തോന്നലുകളുണ്ടാകും. അങ്ങനെ തോന്നലോട് ഉണ്ടായി എന്ന് വിചാരിച്ച് ഇത് ഇസ്തിഹാസങ്ങൾ തെളിവല്ല. ഇപ്പോൾ വ്യഭിചരിച്ച കുട്ടി ഉണ്ടാകും എന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ട് വ്യഭിചരിക്കണമെന്ന് കിട്ടൂല. കള്ള് കുടിച്ചാൽ ദാഹം മാറും എന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ട് കള്ള് കുടിക്കണമെന്ന് കിട്ടൂല. അപ്പോൾ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഇങ്ങനെ പഴയ കഴിഞ്ഞു പോയ ആളുകളെക്കുറിച്ച് അവരെ ഓരോ ഓർമ്മകളിൽ വരിക, അവരെ ചിന്തകളത് കടന്നു വരിക എന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ട് അതേ ഉണ്ടാവുള്ളൂ. ഉണ്ടായി തന്നെ ഇവർ പറഞ്ഞതുപോലെ ശംസുൽ നേരിട്ട് വന്ന് സഹായിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സഹായിക്കുന്നുണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ തെളിയിക്കപ്പെട്ടതുകൊണ്ട് ഇവിടെ ഇസ്തിഹാസ ചെയ്യാനോ സൂറത്തുൽ ഫാത്തിഹ ഓതാനോ തെളിവാകില്ല. മതം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ അത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും വ്യക്തമാക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് തെളിയിക്കാതെ ഇസ്ലാമിൽ കാര്യം നന്മയാണ് തിന്മയാണെന്ന് പറയേണ്ടത് അതുകൊണ്ടാണ്, ഖുർആൻ കൊണ്ട് സുന്നത്താണ്. അതുകൊണ്ട് കഴിയില്ല എന്ന് വരുമ്പോഴാണ് ഇത്തരം ചില ശാസ്ത്രശാഖകളുടെ ഒരു തുമ്പത്ത് പിടിച്ചിട്ട് ഈ മഞ്ഞപ്പിത്തം പിടിച്ച കാണൊക്കെ മഞ്ഞാവെന്ന് പറയുമല്ലോ, എന്നുപോലെ എന്തിനും തുമ്പ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ അന്ധവിശ്വാസം കയറ്റാൻ പറ്റുമോ എന്നുള്ള ആലോചന അതിൻ്റെ ഗവേഷണത്തിന് പുറത്ത് വന്നതായിരിക്കും. പിന്നെ മൂപ്പരനെ പറയണ്ട ഒരു ആവേശം കൊണ്ട് പറയല്ലാന്ന്, ഒരു ആവേശം കൂടിയിരിക്കുന്ന മൂപ്പരങ്ങനെ തോന്നുന്നുണ്ട് അതിൽ എന്നാണ് മനസ്സിലാണ്. തീർച്ചയായിട്ടും ഇവിടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് ഈ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ദീന് കൃത്യമായി പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി ദീന് മനസ്സിലാക്കുക. കാരണം പരലോക രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ആളാകാനോ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കുവാനോ ജയിക്കുവാനോ തോൽക്കുവാനോ അല്ല, മറിച്ച് നമ്മുടെയൊക്കെ വ്യക്തിപരമായ നാളത്തെ ജീവിതത്തിൽ പാരത്രിക ജീവിതത്തിൽ അള്ളാഹുവിന് മുമ്പിൽ കണ്ടുമുട്ടുമ്പോൾ വ്യക്തമായി പരലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്തിപ്പെടാനുള്ള ആ ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് പ്രവാചകനും സഹാബികളും മനസ്സിലാക്കിയതുപോലെ ദീന് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ദീനിലേക്ക് നമ്മൾ തിരിച്ചു നടക്കുക, പുരോഹിതന്മാരുടെ വാക്കുകളെ തള്ളിക്കളയുക എന്നാണ് ഈ സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച വീണ്ടും നമുക്ക് മറ്റൊരു വിഷയങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം.